EVM എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നർത്ഥം. ഇപ്പോൾ വീണ്ടും ഇതേ ചൊല്ലി രാജ്യത്ത് ബഹളം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ കോടീശ്വരൻ എലോൺ മസ്കിന്റെ പോസ്റ്റിലാണ് കോലാഹലങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റിട്ട മസ്ക് EVMനെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഉപയോഗം നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതോടെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾ ആരംഭിച്ചത്. റോബർട്ട് എഫ് കെന്നഡി ജൂനിയറിന്റെ പോസ്റ്റ് റീഷെയർ ചെയ്തുകൊണ്ട് എലോൺ മസ്ക് എഴുതിയത് ഇങ്ങനെയായിരുന്നു: നമ്മൾ EVM ഉപയോഗിക്കുന്നത് നിർത്തണം. മനുഷ്യരിലൂടെയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയോ സംഭവിക്കാവുന്ന ചെറുതും വലുതുമായ അപകടങ്ങൾ ഒട്ടനവധി ഇതിലുണ്ട്. യഥാർത്ഥത്തിൽ റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. പ്ലൂട്ടോറിക്കോയിൽ നടന്ന പ്രൈമറി തെരഞ്ഞെടുപ്പിൽ EVMുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പിൽ 100 കണക്കിന് ക്രമക്കേടുകൾ കണ്ടെത്തിയതായി റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ എക്സിൽ അവകാശപ്പെട്ടിരുന്നു. പേപ്പർ ട്രയൽ ഉള്ളതിനാൽ ക്രമക്കേടുകൾ കണ്ടെത്താനും വോട്ടെണ്ണലിൽ സംഭവിച്ച തെറ്റുകൾ തിരുത്താനും കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ പേപ്പർ ബാലറ്റുകളിലേക്ക് മടങ്ങണമെന്നും തിരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് ഇടപെടൽ ഒഴിവാക്കണമെന്നും റോബർട്ട് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റോബർട്ട് എക്സിൽ കുറിച്ച എഴുത്താണ് എലോൺ മസ്ക് റീഷെയർ ചെയ്തത്. അതേസമയം എലോൺ മസ്കിന്റെ പോസ്റ്റിനെ ചൊല്ലി ഇന്ത്യയിൽ കോലാഹലം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ഉപയോഗിക്കാവുന്ന EVMുകൾ ഹാക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് മുൻ IT മന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖർ മസ്കിന് മറുപടിയായി പറഞ്ഞു. മസ്ക് പറയുന്നത് അമേരിക്കയിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ബാധകമാണ്. അവിടെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത വോട്ടിംഗ് മെഷീനുകൾ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ EVMുകൾ വ്യത്യസ്തമാണ്. അവ ഏതെങ്കിലും നെറ്റ്വർക്കുകളിലേക്കോ മീഡിയയുമായോ ബന്ധിപ്പിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കണക്ടിവിറ്റി ഇല്ല, ബ്ലൂടൂത്ത് ഇല്ല, വൈഫൈ ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല. അതിനാൽ അവ ഹാക്ക് ചെയ്യാൻ കഴിയില്ല. ഇവയ്ക്ക് ഫാക്ടറി പ്രോഗ്രാം ചെയ്ത കൺട്രോളറുകളുണ്ട്. എന്നാൽ അവ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയില്ല, രാജീവ് ചന്ദ്രശേഖർ തുടർന്ന് പറഞ്ഞു. എന്നാൽ ഇതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ട് എലോൺ മസ്ക് ചന്ദ്രശേഖറിന് മറുപടി നൽകി. ഒറ്റ കാര്യം മാത്രമേ എലോൺ മസ്ക് പറഞ്ഞുള്ളൂ: എന്തും ഹാക്ക് ചെയ്യാം എന്നു മാത്രം. ഇതിന് രാജീവ് ചന്ദ്രശേഖർ മസ്കിന് മറുപടി നൽകി. സാങ്കേതികമായി നിങ്ങൾ പറയുന്നത് ശരിയാണ്. എനിക്ക് ശരിയായ ഉറവിടങ്ങളും മികച്ച ലാബുകളും അതിനനുസരിച്ച സാങ്കേതിക വിദ്യയും ഉണ്ടെങ്കിൽ എനിക്ക് ഏത് എൻക്രിപ്ഷനും തകർക്കാൻ കഴിയും. എന്നാൽ പേപ്പർ ബാലറ്റിനേക്കാൾ സുരക്ഷിതവും വിശ്വസനീയവുമാണ് EVM എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ മസ്കിന് മറുപടി നൽകിയത്. ഇതിനു പിന്നാലെ കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി MP അഖിലേഷ് യാദവും ഈ ചർച്ച ഏറ്റെടുത്തു. EVMുകൾ ഇന്ത്യയിലെ ബ്ലാക്ക് ബോക്സുകളാണെന്നും അവ പരിശോധിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി എക്സിൽ എഴുതി. സാങ്കേതിക വിദ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ്. ഇത് പ്രശ്നങ്ങൾക്ക് കാരണമായാൽ അതിൻ്റെ ഉപയോഗം നിർത്തണം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലൂടെ നടത്തണം. ഇങ്ങനെയാണ് അഖിലേഷ് പറഞ്ഞത്. EVM സംബന്ധിച്ച് ചോർത്തലും കൃത്രിമവും നടത്തിയെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ സമിതി 2019 റിപ്പോർട്ട് നൽകിയിരുന്നു. എന്തുകൊണ്ട് EVMുകൾ ഹാക്ക് ചെയ്യാനോ കൃത്രിമം നടത്താനോ കഴിയില്ല എന്നതിന് 2 വാദങ്ങളാണ് കമ്മിറ്റി ഉന്നയിച്ചത്. അതിൽ ആദ്യത്തെ വാദം ഇങ്ങനെയായിരുന്നു: തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്ന EVMുകൾ യാതൊന്നുമായും ബന്ധിപ്പിക്കാത്ത യന്ത്രങ്ങളാണ്. ഇത് ഒരു കമ്പ്യൂട്ടർ നിയന്ത്രിക്കുകയോ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഇത് ഹാക്ക് ചെയ്യുന്നത് അസാധ്യമാണ്. ഇതിനു പുറമെ പ്രതിരോധ മന്ത്രാലയവും ആണവോർജ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട സർക്കാർ കമ്പനികളിലെ എഞ്ചിനീയർമാരാണ് EVMിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡ് ആരുമായും പങ്കിട്ടിട്ടില്ല. ഇക്കാര്യത്തിൽ രണ്ടാമത്തെ വാദം ഇങ്ങനെയായിരുന്നു: ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന EVM മെഷീന് 2 യൂണിറ്റുകളുണ്ട്. ഒരു കൺട്രോളിംഗ് യൂണിറ്റും മറ്റൊന്ന് ബാലറ്റിംഗ് യൂണിറ്റും. ഇവ രണ്ടും വെവ്വേറെ യൂണിറ്റുകളാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ ഇവ വെവ്വേറെയാണ് വിതരണം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു യൂണിറ്റിൽ കൃത്രിമം നടന്നാൽ യന്ത്രം പ്രവർത്തിക്കില്ല. അതിനാൽ EVMുകളിൽ കൃത്രിമം കാണിക്കുന്നതിനോ അവ ഹാക്ക് ചെയ്യുന്നതിനോ സാധ്യത കുറവാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിനോട് എലോൺ മസ്ക് പറഞ്ഞതുപോലെ എന്തും ഹാക്ക് ചെയ്യാം എന്നൊരു സാധ്യത അവിടെ കിടപ്പുണ്ട്. ഒന്ന് മെനക്കെട്ടാൽ, കുറച്ച് ബുദ്ധിമുട്ടിയാൽ എന്ത് കാര്യവും തങ്ങളുടെ വരുതിയിലാക്കാം എന്ന ഒരു സാധ്യത കിടക്കുന്നിടത്തോളം കാലം എത്രയൊക്കെ വിശ്വാസ്യത ഉയർത്തിയാലും അതിനെല്ലാം ഒരു പരിധി ഉണ്ടെന്ന് തന്നെ നമ്മൾ ആശങ്കപ്പെടണം.
അതേസമയം എന്താണ് ഇന്ത്യയിലെയും അമേരിക്കയിലെയും EVMകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന EVMകൾ പരസ്പരം ബന്ധിപ്പിക്കാത്ത യന്ത്രങ്ങളാണ്. അതേസമയം അമേരിക്കയിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകൾ ഒരു സെർവറുമായി ബന്ധിപ്പിച്ച് ഇൻ്റർനെറ്റ് വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാമെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. 2016 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഹാക്കിംഗ് നടന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ ആരോപണത്തിന് പിന്നാലെ US പാർലമെൻറ്റ് അതിൻ്റെ സെർവറുകളും സിസ്റ്റങ്ങളും സുരക്ഷിതമാക്കാൻ $380 ദശലക്ഷം ചെലവഴിച്ചത്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന EVMകൾ നിർമ്മിക്കുന്നത് 2 സർക്കാർ കമ്പനികളാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡുമാണവ. അതേസമയം അമേരിക്കയിൽ സ്വകാര്യ കമ്പനികൾക്കും വോട്ടിംഗ് യന്ത്രങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ ലഭിക്കുന്നുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഏകദേശം 10ഓളം കമ്പനികൾ അമേരിക്കയിൽ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. മാത്രമല്ല, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന EVMകളിൽ VVPATമുണ്ട്. അതായത് വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. വോട്ട് രേഖപ്പെടുത്തിയാൽ 7 സെക്കൻഡ് നേരത്തേക്ക് VVPAT സ്ക്രീനിൽ സ്ലിപ്പ് ദൃശ്യമാകും. അതിലൂടെ തൻ്റെ വോട്ട് ശരിയായ സ്ഥാനാർത്ഥിക്ക് പോയെന്ന് വോട്ടർക്ക് കാണാനാകും. EVMൽ തകരാർ ഉണ്ടെന്ന് പരാതിയുണ്ടെങ്കിൽ VVPAT സ്ലിപ്പുകൾ ഉപയോഗിച്ച് ക്രോസ് ചെക്കിംഗ് നടത്താമെന്നുള്ളതാണ് പ്രത്യേകത. അതേസമയം അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വോട്ടിംഗ് മെഷീനുകൾക്കും പേപ്പർ ട്രയലില്ല. അതുപോലെ അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇലക്ട്രോണിക് വോട്ടിംഗ് ഉള്ളൂ. ബാക്കിയെല്ലാം പേപ്പർ ബാലറ്റുകളാണ്. ഉള്ള വോട്ടിംഗ് മെഷീനുകളിൽ മിക്കതിനും പേപ്പർ ട്രയൽ ഇല്ല. അതിനാൽ ക്രമക്കേടുകളോ ക്രോസ് ചെക്കിങ്ങോ നടത്തേണ്ടി വന്നാൽ അതിന് വഴിയില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് നടക്കുന്നുണ്ടെങ്കിൽ പേപ്പർ ട്രയൽ ആവശ്യമാണ്. 2020 US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജോർജിയയിൽ EVM കൃത്രിമം നടന്നതായി ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു. ജോർജിയയിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾക്കൊപ്പം ഒരു കടലാസ് ട്രയൽ ഉണ്ടായിരുന്നത് അന്ന് ഭാഗ്യമായി. ട്രംപിൻ്റെ ആരോപണങ്ങൾ പേപ്പർ ഉപയോഗിച്ച് ക്രോസ് ചെക്ക് ചെയ്യുകയും ആ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയുകയും ചെയ്തു. അന്ന് ജോ ബൈഡൻ വിജയിച്ചു. വോട്ടിംഗ് മെഷീനുകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കക്കാർക്ക് EVMകളിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം അമേരിക്കയിലായിരുന്നു. എന്നാൽ അമേരിക്കക്കാർക്ക് EVMകളിൽ ഇന്ന് വലിയ വിശ്വാസമില്ല. 2000 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം EVMകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ അമേരിക്ക വൻ തുക ചെലവഴിച്ചു. എന്നാൽ ഇതിൽ VVPATകൾ ഉണ്ടായിരുന്നില്ല. ഇതുമൂലം വോട്ടർമാർക്ക് ഈ യന്ത്രങ്ങളിൽ വിശ്വാസമില്ലാതെയായി. 2010 മെയ് മാസത്തിൽ അമേരിക്കയിലെ മിഷിഗൺ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ മെഷീനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഉപകരണം കാണിക്കുകയും ഒരു മൊബൈലിൽ നിന്ന് ഒരു സന്ദേശം അയച്ചുകൊണ്ട് ഫലങ്ങൾ മാറ്റാൻ കഴിയുമെന്ന് അവകാശപ്പെടുകയും ചെയ്തു. അമേരിക്കയിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും രാജ്യത്തുടനീളം EVM വഴി വോട്ടിംഗ് നടക്കുന്നില്ല. 2016 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പേപ്പർ ട്രയൽ ഇല്ലാതെ EVM വഴി വോട്ട് ചെയ്ത 22% വോട്ടർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2020 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 9% വോട്ടർമാർ പേപ്പർ ട്രയലുമായി ബന്ധിപ്പിക്കാത്ത EVM വഴിയാണ് വോട്ട് ചെയ്തത്. വോട്ടർമാർ ഉപയോഗിച്ച EVMകൾ ഹാക്ക് ചെയ്തതിന് തെളിവില്ലെന്നും എന്നാൽ അവ ഹാക്ക് ചെയ്യാമെന്നും ലാബിൽ ഇത് ചെയ്തിട്ടുണ്ടെന്നും അയോവ സർവകലാശാലയിൽ നിന്ന് വിരമിച്ച കമ്പ്യൂട്ടർ സയൻസ് ഓഫീസർ ഡഗ്ലസ് ജോൺ വാർത്താ ഏജൻസിയോട് പറഞ്ഞിരുന്നു. ഈ മെഷീനുകളിൽ പേപ്പർ ട്രയൽ ആവശ്യമാണെന്നും അതിനാൽ ഹാക്ക് അല്ലെങ്കിൽ തകരാറുണ്ടായാൽ സ്ലിപ്പ് പരിശോധിച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മിക്ക അമേരിക്കക്കാരും തിരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിലൂടെയാണ് വോട്ട് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംവിധാനം കൊണ്ടുവന്ന അമേരിക്കയ്ക്ക് പോലും സത്യം പറഞ്ഞാൽ അതിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വോട്ട് എന്ന് പറയുന്ന കാര്യം 5 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പുകൾ സാധാരണ നടക്കുന്നത് 5 വർഷം കൂടുമ്പോഴാണല്ലോ. ആ സമയത്ത് വിശ്വാസയോഗ്യമായ തിരഞ്ഞെടുപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ ബാലറ്റ് പേപ്പർ തന്നെ ഉപയോഗിക്കണമെന്നാണ് മിക്കവാറുമുള്ള എല്ലാ അമേരിക്കക്കാരും പറയുന്നത്. എളുപ്പത്തിന് വോട്ടിംഗ് യന്ത്രം അവതരിപ്പിച്ച അമേരിക്കക്കാർ തന്നെ അത് പറയുമ്പോൾ പിന്നെ നമുക്ക് മാത്രം പ്രശ്നമുണ്ടാകില്ല എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാകാത്തത്.